പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടൽ. ഒരാഴ്ചയ്ക്കകം ബസ് സൗകര്യം ഉറപ്പാക്കുമെന്ന് ഉറപ്പ് നൽകി. IMC അംഗീകാരം ഇല്ലാത്തത് കോഴ്സിനെ ബാധിക്കില്ലെന്നും ഉറപ്പ് നൽകി. അതേസമയം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് നഴ്സിംഗ് കോളേജ് മാറ്റണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യം തള്ളി. വിവരങ്ങളുമായി CG ഉമേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഉമേഷ്, മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരുന്നു. ദേശീയ മെഡിക്കൽ കൗൺസിലിനൊപ്പം തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന കോളേജിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പോലും തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ കോളേജാണ് എന്ന ഒരു ഉറപ്പിൽ പഠനത്തിനായി ചെന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ പഠനം മുടക്കിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലമായ ആറന്മുളയിലാണ്, ആറന്മുള മണ്ഡലത്തിലെ പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ദുരവസ്ഥ അനുഭവം ഉണ്ടായത്. അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധം കടുപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക്, ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് ഒന്ന്, നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല, രണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ കോളേജിൽ ഇല്ല എന്നതാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഇടപെടുന്നു എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ സർക്കാർ പ്രതിനിധികൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ കെട്ടിടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന ഒരു വാഗ്ദാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടത് കോന്നി മെഡിക്കൽ കോളേജിന്റെ ഭാഗമാക്കി ഈ കോളേജിനെ മാറ്റണം എന്നതാണ്. എന്നാൽ ആ കാര്യത്തിൽ സർക്കാർ ഇതൊരു അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. വിദ്യാർത്ഥികളെ മറ്റ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ നഴ്സിംഗ് കോളേജുകളിലേക്കോ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും പ്രതിഷേധം പൂർണ്ണമായി ഇപ്പോൾ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പോലും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച വിഷയത്തിൽ നേരത്തെ മറുപടി പറയാൻ പോലും സർക്കാർ അധികൃതർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. പ്രതിഷേധം അല്പമെങ്കിലും ഫലം കാണുന്നുവെന്ന് ഇക്കട്ടത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. ദേവിക.